ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അധികാരം നഷ്ടപ്പെട്ടവർക്ക് അതിലേക്ക് തിരിച്ചെത്താൻ ഏത് നെറികെട്ട മാർഗവും സ്വീകരിക്കാൻ സഹായിക്കുന്ന പുതിയ രാഷ്ട്രീയമാണ് രൂപപ്പെടുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CH ഹരിദാസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NCP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CH ഹരിദാസ് അനുസ്മരണ പരിപാടികൾ കോഴിക്കോട്ട് നടന്നു. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയെ നിഷേധിക്കുന്ന മതരാഷ്ട്രവാദം നിലപാടായി സ്വീകരിച്ച SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളാണ് അധികാരം നഷ്ടപ്പെട്ടവരെ അതിലേക്ക് തിരിച്ചെത്തിക്കാൻ വഴിയൊരുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന BJP-യാണ് രാജ്യം ഭരിക്കുന്നത്. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാവില്ലെന്ന കാര്യം തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NCPയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ യോജിപ്പിനും ഐക്യത്തിനും വേണ്ടി സജീവമായി ആശയപരമായ നിലപാട് സ്വീകരിച്ച് നേതൃത്വം നൽകി പ്രവർത്തിച്ചിരുന്നു. എല്ലാ നിലയിലും കോൺഗ്രസ് എസിന്റെ ഭാരവാഹി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം പിന്നീട് NCPയുടെ പ്രവർത്തനത്തിന് നേതൃത്വമായി എന്നുള്ളതും രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തെ നമ്മൾ നേരിടുകയാണ്. അത് നാം തുടർച്ചയായി നടത്തിക്കൊണ്ടുവരുന്ന AKS ഇവിടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ച വർഗീയവാദത്തിന്റെ ആപൽക്കരമായ നിലയാണ്. മതരാഷ്ട്രവാദത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നവരാണ്, നിലപാടുകൾ എടുക്കുന്നവരാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണസ്ഥാനത്തുള്ളത്. മന്ത്രി AK ശശീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്നത്തെ പോലെയല്ല, അന്ന് KSU കേരളത്തിലെ ഏറ്റവും പ്രബലമായ വിദ്യാർത്ഥി സംഘടനയായിരുന്നു. ആ കാലം മുതൽ ഒരു വാഹനാപകടത്തിൽ ശ്രീ ഹരിദാസ് മരിക്കുന്നത് വരെ ഞങ്ങൾ ഒരേ തോണിയിൽ ഒരേ ആശയവുമായി ഒരേ ദിശയിലേക്ക് തുഴഞ്ഞു പോയവരാണ്. പരിപാടിയിൽ NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടി, KTM കോയ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 3 വർഷമായി പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന്